സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷമായിട്ടും പട്ടികവർഗ്ഗക്കാരുടെ സ്ഥിതി മെച്ചപ്പെട്ടിട്ടില്ലെന്ന വിമർശനവുമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. പുരാതന കാലത്തെ പോലെ തന്നെയാണ് പട്ടികവർഗ്ഗക്കാരുടെ അവസ്ഥ. സർക്കാർ സഹായം നൽകുന്നുണ്ടെങ്കിലും സഹായം എല്ലാവരിലേക്കും എത്തുന്നില്ല. പട്ടികവർഗ്ഗക്കാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. आदिवासी जो सदियों से इस भारत में रहते हैं, लेकिन आदिवासी का चरित्र ऐसे है, आज हम देश आजादी के 75 वर्ष से ज्यादा हो गया है, लेकिन आदिवासी अभी तक उसी जगह पे है जहां आदिम काल में थे, क्योंकि आदिवासी अपने स्वाभिमान से जीते। आदिवासी कभी किसी को मांगते नहीं, अपने अंदर ही वो उनके जरूरत क्या है वो खोजते और जानते हैं ये डेमोक्रेटिक कंट्री है, वो वोट देते हैं लेकिन मांगना कभी सीखे नहीं. സജു തോമസ് ഉണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. സജു, തലമുറകളായി ഇന്ത്യയിൽ ജീവിക്കുന്നവരാണ് ഈ പട്ടികവർഗ്ഗക്കാർ. അവർക്ക് ആവശ്യമായ സഹായങ്ങളൊന്നും ലഭിക്കുന്നില്ല, കൃത്യമായി ലഭിക്കുന്നില്ല എന്നിവിടെ രാഷ്ട്രപതി ആവർത്തിക്കുന്നുണ്ട്. ഈ ആരോപണം അത് ആരിലേക്കാണ്? പക്ഷേ എന്തായാലും കേന്ദ്ര സർക്കാർ തന്നെയാണ് രാജ്യത്തിന്റെ രാഷ്ട്രപതിയായിട്ട് ദ്രൗപദി മുർമുവിനെ നിയമിക്കാൻ വേണ്ടിയുള്ള നടപടികളൊക്കെയും ആദ്യഘട്ടത്തിൽ ആരംഭിച്ചതും അവർക്ക് വേണ്ടിയുള്ള എല്ലാ പിന്തുണയും കേന്ദ്രം നൽകിയിരുന്നതും. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ രാഷ്ട്രപതിയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നിരിക്കുന്നത്. ആദിവാസികളുടെ സ്ഥിതി പഴയ സ്ഥിതി തന്നെ ഇപ്പോഴും തുടരുകയാണ്. സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷം പൂർത്തീകരിച്ചിട്ടും അവരുടെ സ്ഥിതിയിൽ മാറ്റമുണ്ടായിട്ടില്ല. സാമ്പത്തികപരമായിട്ട് അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് പല കാര്യങ്ങൾ എല്ലാ സർക്കാരുകളും ചെയ്യുന്നെങ്കിൽ പോലും പക്ഷേ ഇത് ലഭ്യമായിട്ടുള്ള എല്ലാവരിലേക്കും എത്തുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് ഇപ്പോൾ രാഷ്ട്രപതി ഉന്നയിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നടന്ന ഒരു സ്വകാര്യ പരിപാടിക്കിടെയായിരുന്നു രാഷ്ട്രപതിയുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ആദിവാസികൾക്ക് കേന്ദ്രം നൽകുന്ന അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന എല്ലാ സഹായങ്ങളും അവരിലേക്ക് എത്തുന്നില്ല എന്നാണ് പ്രധാനമായിട്ടും രാഷ്ട്രപതി ഉയർത്തിക്കാട്ടുന്നത്. തലമുറകളായി ഇന്ത്യയിൽ ജീവിക്കുന്നവരാണ് പട്ടികവർഗ്ഗക്കാർ. പക്ഷേ അവരുടെ സ്ഥിതി ഇപ്പോഴും മോശം സ്ഥിതിയിൽ തന്നെ തുടരുകയാണ്. ഏറ്റവും പരിതാപകരമായ സ്ഥിതിയിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ഉന്നമനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊക്കെയും പൂർണ്ണ സ്ഥിതിയിൽ എത്തുന്നില്ല എന്നൊരു വിമർശനമാണ് ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉയർത്തിയിരിക്കുന്നത്. സഹായം എല്ലാവരിലേക്കും എത്താൻ വേണ്ടിയുള്ള നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണമെന്നും പുരാതനമായിട്ട് തന്നെ ആദിവാസികൾ അവരുടെ താമസ സ്ഥലങ്ങളിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ താമസ സ്ഥലങ്ങളിലേക്ക് എല്ലാവിധ സഹായങ്ങളും എത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എല്ലാ സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതിന് കേന്ദ്രത്തിന്റെയൊക്കെയും എല്ലാ തരത്തിലുള്ള മേൽനോട്ടങ്ങളും ഉണ്ടാവണം എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ രാഷ്ട്രപതി പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും രാജ്യത്തിന്റെ രാഷ്ട്രപതി തന്നെ ഇത്തരമൊരു വിമർശനം ഉയർത്തുമ്പോൾ കേന്ദ്ര സർക്കാരിലേക്കാണ് എന്തായാലും രാഷ്ട്രപതി ആ ഒരു വിമർശനം ഊന്നി പറയുന്നത്. എന്തായാലും രാഷ്ട്രപതി പറയുന്ന കാര്യം വളരെ വ്യക്തമാണ്. ഇന്ത്യയിലെ ഈ ദളിതരും അതോടൊപ്പം തന്നെ ആദിവാസി വിഭാഗങ്ങളുടെ അവസ്ഥ പഴയ സ്ഥിതിയിൽ തന്നെയാണ്. സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷങ്ങൾ പൂർത്തീകരിച്ചിട്ടും അവരുടെ സ്ഥിതിയിൽ നിന്ന് മാറ്റമുണ്ടാക്കാൻ രാജ്യത്തിലെ ഭരണകർത്താവ് ഇതുവരെ കേന്ദ്ര സർക്കാരിലേക്ക് തന്നെയാണ് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സജു തോമസാണ് വിവരങ്ങൾ നൽകിയത്.